ഇട്ട് ആള് വന്നിട്ടില്ല. അതാണ് ചിന്തിക്കുക, എല്ലാരും ചിന്തിക്കുക അതിനെ പറ്റി. ഓക്കെ, സിനിമ എങ്ങനെയുണ്ട് ശരിക്കും? എല്ലാരും ഒരു അവാർഡ് ഫിലിം ആണെന്നാണ്. സിനിമ വർത്താണത് മനസ്സിലാക്കണം, കാണണം, താല്പര്യം ഉണ്ടാവണം. IFFK കിടന്ന് ഇടിച്ച് തള്ളിയിട്ട് ഇമോഷണലാണ് പടം. അങ്ങനല്ല, അത് കണ്ട് മനസ്സിലാക്കുക. നിങ്ങൾ പോയി കാണുക, നിങ്ങളും കൂടെ കയറി കാണുക. ആളില്ല, നിങ്ങൾ കയറി കാണുക. എങ്ങനെയുണ്ട് സിനിമ? എന്താണ് ഏട്ടാ ഇഷ്ടപ്പെട്ടത്? എന്താണ് പടത്തിൽ ഇഷ്ടപ്പെട്ടത്? മുസ്ലിം ജീവിതം തന്നെ, പൊന്നാനിയിലെ മുസ്ലിം ജീവിതം തന്നെ. എല്ലാവരുടെ അഭിനയം, റിയലായിട്ട് എടുത്തിട്ടുള്ള സിനിമ. എല്ലാവരുടെ അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? കൊള്ളാം, ഗംഭീരം. ആദ്യമേയും ഉസ്താദും ഗംഭീരം. എങ്ങനെയുണ്ട് പടം? നന്നായിട്ടുണ്ട്. എന്താണ് എടുത്തു പറയാനായിട്ടുള്ളത്? സ്ത്രീകളുടെ ഒരു മുന്നേറ്റം തന്നെ. അവരെ അധ്വാനം കൊണ്ട് ഒരു മതവും ജാതിയൊന്നും ഒന്നും അല്ല. എങ്ങനെയുണ്ട് പടം? ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. എങ്ങനെയുണ്ട് ഏട്ടാ എടുത്തു പറയാനായിട്ട് എന്നുള്ള പടത്തിൽ? ആ ഒരു തീമാണ് അവർ പിടിച്ചിരിക്കുന്നത്. ഒരു ഫെമിനിസത്തിന്റെ തീമാണ് പിടിച്ചിരിക്കുന്നത്. പക്ഷെ കൊള്ളാം, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എല്ലാവരുടെ അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? അവനത് കൊള്ളായിരുന്നു. പക്ഷേ ആദ്യം ഒന്ന് ഇതിലേക്ക് വരാനായിട്ട് ഒരു സമയം എടുത്തോളം തോന്നി. പിന്നെ നല്ല ഇൻട്രസ്റ്റ് ആണ്. IFFK കാണാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ വെയിറ്റ് ചെയ്ത് നല്ല മൂവി, ഫസ്റ്റ് വാച്ചാണ്. എന്താണ് പ്രമേയമൊക്കെ എങ്ങനെയുണ്ട്? കൊള്ളാമോ? റെലവൻ്റ് ആണ്, എന്തായാലും കാണേണ്ട മൂവിയാണ്. ഓക്കെ, എങ്ങനെയുണ്ട് ഏട്ടാ? ഏറ്റവും നല്ല സിനിമയാണ്. അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമയെ പോലെ വളരെ നല്ല ഒരു സിനിമ തന്നെയാണ് ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അതിൽ ഗാനങ്ങൾ ഒന്നുമില്ല എന്നുള്ളത് നല്ല മേന്മ തന്നെയാണ്. നല്ലൊരു കണ്ടുകൊണ്ടിരിക്കാൻ കഴിയുന്ന ഒരു പ്രമേയം നല്ല രീതിയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. അവസാനം വിട്ടിറങ്ങുമ്പോൾ നമുക്കൊരു വിങ്ങൽ അനുഭവപ്പെടും. ആണെങ്കിൽ അടിച്ചമർത്തൽ, അതിനെതിരെ ഒരു സ്ത്രീ പ്രതികരിക്കുന്നത്. കാരണം നമ്മുടെ കണ്ണുണ്ട്. നല്ല സിനിമയാണ്. അടൂർ ഗോപാലകൃഷ്ണനെ പോലെ ഒരു മികച്ച സംവിധായകൻ്റെ ക്രാഫ്റ്റിൽ കാണുന്നുണ്ട്. നല്ല ഫോട്ടോഗ്രാഫി. ആ ഗാനങ്ങളില്ല എന്നുള്ളത് നല്ലൊരു മികവാണ്. നല്ല ഇന്നത്തെ ഒരു പരസ്യം ഇല്ലാത്തതായിരിക്കാം ഇന്ന് കൂടുതൽ ആൾക്കാർ കയറാത്തത്. വളരെ നല്ലൊരു സിനിമ. ചേട്ടാ എല്ലാവരുടെ അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? അഭിനയം വളരെ മികച്ചാണ്. ഇപ്പം നടൻ എന്ന് പറയുന്നത് വളരെ നല്ല, എല്ലാവരും നല്ല രീതിയിലാണ് അഭിനയിച്ചിട്ടുള്ളത്. കാരണം ഇന്നുള്ള ഈ ബാക്കിയുള്ള ഈ ചപ്പ് ചവറ് സിനിമകളെ കാണാതെ, ഇപ്പം ജോഷിയെ പോലെയുള്ള സംവിധായകരും ബാക്കി എല്ലാവരുടെയും ഒക്കെ കാണാതെ ഇങ്ങനെയുള്ള നല്ല സിനിമ എടുക്കുക വളരെ നന്നായിരിക്കും.